ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 10 വഴികൾ. വിദ്യാഭ്യാസവും നൈപുണ്യവും നേടുക. മികച്ച വിദ്യാഭ്യാസ യോഗ്യതകൾ നേടുന്നത് ഉയർന്ന ശമ്പളമുള്ള ജോലികൾ നേടാൻ സഹായിക്കും. തൊഴിൽ വിപണിയിൽ ആവശ്യകതയുള്ള പ്രത്യേക കഴിവുകളോ പരിശീലനങ്ങളോ നേടുക. സ്ഥിരമായ ജോലി കണ്ടെത്തുക. സ്ഥിരമായ വരുമാനമുള്ള ഒരു ജോലി ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യപടിയാണ്. കുറഞ്ഞ ശമ്പളമുള്ള ജോലിയാണെങ്കിൽ പോലും കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾക്കായി ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ചെറിയ ബിസിനസ് ആരംഭിക്കുക. ചെറിയ തോതിലുള്ള ഒരു സംരംഭം തുടങ്ങുന്നത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നല്ല വഴിയാണ്. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നൽകാൻ ശ്രമിക്കുക. സാമ്പത്തിക സാക്ഷരത വർദ്ധിപ്പിക്കുക. പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, ബഡ്ജറ്റ് എങ്ങനെ ഉണ്ടാക്കണം, കടക്കെണിയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കണം, ചെറിയ തുകയാണെങ്കിലും എങ്ങനെ സേവ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ സ്ഥിരമായി ജോലി ചെയ്യാനും വരുമാനം നേടാനും കഴിയൂ. ചികിത്സാ ചെലവുകൾ ഒഴിവാക്കാൻ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും പതിവായി വ്യായാമം ചെയ്യുകയും ചെയ്യുക. കടങ്ങൾ കുറയ്ക്കുക. ഉയർന്ന പലിശയുള്ള കടങ്ങൾ, ഉദാഹരണത്തിന് ഉയർന്ന പലിശയുള്ള ലോണുകൾ, കഴിയുന്നത്ര വേഗം അടച്ചു തീർക്കുക. ഇത് നിങ്ങളുടെ പ്രതിമാസ സാമ്പത്തിക ബാധ്യത കുറയ്ക്കും. സർക്കാർ സഹായ പദ്ധതികൾ ഉപയോഗിക്കുക. അർഹതയുണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യത്തോ സംസ്ഥാനത്തോ ലഭ്യമായ ഭക്ഷ്യ സബ്സിഡികൾ, ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ, തൊഴിൽ പരിശീലന പരിപാടികൾ തുടങ്ങിയ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അന്വേഷിച്ച് പ്രയോജനപ്പെടുത്തുക. വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റു വഴികൾ കണ്ടെത്തുക. നിങ്ങളുടെ പ്രധാന ജോലിക്ക് പുറമെ പാർട്ട് ടൈം ജോലി ചെയ്യുകയോ നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ വരുമാനം നേടാൻ കഴിയുന്ന മറ്റ് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുക. വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ കഴിവിനും ജോലിക്കും അർഹിക്കുന്ന ശമ്പളം ചോദിച്ചു വാങ്ങാൻ പഠിക്കുക. ഇത് ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തുവരാൻ വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അവർക്ക് സഹായിക്കാനാകും. കൂടാതെ പുതിയ ജോലിയോ അവസരങ്ങളോ കണ്ടെത്തുന്നതിന് സഹായം തേടുക. ദരിദ്രരെ പ്രധാനമാണ്. ഞാൻ ചാടുമ്പോൾ എനിക്ക് എങ്ങനെ തൂങ്ങും എന്ന് അറിയില്ല. ആ കാഴ്ചയിൽ എനിക്ക് ഒരു പക്ഷി പോലെ തോന്നും, പക്ഷേ ഞാൻ ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നിനക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നത് കേൾക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എങ്ങനെ എനിക്ക് കൈവരിക്കാനാവില്ലെന്ന് മനസ്സിലായി. ചില കാര്യങ്ങൾ നമ്മൾക്കു ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. എന്തായാലും ഞാൻ എന്റെ ഭയത്തെ മറികടക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്റെ പരിധികളെ തരണം ചെയ്യാൻ ശ്രമിക്കണം, പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ജാതക ദോഷം എന്നത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ പ്രതികൂലമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിലൂടെയോ അശുഭകരമായ യോഗങ്ങളിൽ വരുന്നതിലൂടെയോ ഉണ്ടാകുന്ന ദോഷകരമായ അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അസന്തുലിതാവസ്ഥയും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജാതക ദോഷം ഉള്ളവർക്ക് ബന്ധങ്ങളിൽ, കരിയറിൽ, ആരോഗ്യം എന്നിവയിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. ഈ ദോഷങ്ങൾ പരിഹരിക്കാൻ ജ്യോതിഷം സഹായകരമായ മാർഗങ്ങൾ നൽകുന്നു. നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ദോഷങ്ങൾ തിരിച്ചറിയുക. അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക.